ഞാൻ ഡോക്ടർ ഷീല നമ്പൂതിരി, അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിലെ ജെനറ്റിക്സ് വിഭാഗ മേധാവിയാണ്. ഇന്ന് ലോക ഡൗൺ സിൻഡ്രോം ദിനമാണ്. ഡൗൺ സിൻഡ്രോം എന്ന ഒരു ജനിതകമായ രോഗം ഗർഭിണികളിൽ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ്. 12ാമത്തെ ആഴ്ചയിലുള്ള ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്ക്രീനിങ് എന്നുള്ള ടെസ്റ്റ്, അല്ലെങ്കിൽ 15 മുതൽ 18 ആഴ്ച വരെയുള്ള ക്വാഡ്രപ്പിൾ സ്ക്രീനിങ്, പിന്നെ ഇപ്പോൾ പുത്തനായി വന്നിട്ടുള്ള നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ ടെസ്റ്റിംഗ്, അമ്മയുടെ ബ്ലഡിൽ നിന്ന് തന്നെ നേരിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു ടെസ്റ്റ് കൂടെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതുവഴി നമുക്ക് കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി ഒരു കുഞ്ഞ് ഡൗൺ സിൻഡ്രോമോടുകൂടി തന്നെ ജനിച്ചാൽ ആ കുട്ടിക്ക് ബുദ്ധിയുടെ ഒരു തോതിൽ കുറവുണ്ടാകുന്നെങ്കിൽ കൂടി ആ കുഞ്ഞിന് അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് ചില രോഗങ്ങൾ കൂടെ വരാനുള്ള സാധ്യത സാധാരണ കുഞ്ഞുങ്ങളെക്കാൾ കൂടുതലാണ്. ഏകദേശം 50% കുട്ടികൾക്ക് ഹൃദയത്തിന് വൈകല്യം കാണാം. കൂടാതെ ഏകദേശം 18% കുഞ്ഞുങ്ങൾക്ക് തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് കുഞ്ഞിനെ ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിന് ഹൃദയത്തിന് വൈകല്യമുണ്ടോ എന്നുള്ള കാര്യവും കുഞ്ഞിൻ്റെ കേൾവി, കാഴ്ച ഇതെല്ലാം തീർച്ചയായും പരിശോധിക്കണം. കുഞ്ഞിന് ഹൃദയത്തിന് വൈകല്യമുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ ഉടനെ തന്നെ ഹൃദയ സംബന്ധമായ കാര്യങ്ങൾ നോക്കി കുഞ്ഞിന് ചികിത്സ ചെയ്യാവുന്നതാണ്. കുഞ്ഞിന് തൈറോയിഡിന് തകരാറുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഗുളിക കൊടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം തൈറോയിഡിൻ്റെ ചികിത്സ ചെയ്തില്ല, തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറവാണെങ്കിൽ ആ ഒരു കാരണം കൂടെ കുഞ്ഞിൻ്റെ ബുദ്ധിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള വിധത്തിൽ കുഞ്ഞിനെ വളരെ നേരത്തെ തന്നെ 2 മാസം ആകുമ്പോൾ തന്നെ കുഞ്ഞിന് ഫിസിയോതെറാപ്പി, ഏർലി ഇൻ്റർവെൻഷൻ തെറാപ്പി എന്നുള്ള കാര്യങ്ങൾ ചെയ്താൽ കുഞ്ഞിന് തീർച്ചയായും കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് വളരെ എളുപ്പം തന്നെ ഇമ്പ്രൂവ് ചെയ്ത് വരികയും ഈ കുഞ്ഞിനെ നമ്മൾ സാധാരണയായിട്ടുള്ള സ്കൂളിൽ തന്നെ ചേർക്കണം. കുഞ്ഞിനെ സ്പെഷ്യൽ സ്കൂളിൽ യാതൊരു കാരണവശാലും വിടുന്നത് ശരിയല്ല. കുഞ്ഞിന് ലോക്കൽ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന തരത്തിലുള്ള സാധാരണ സ്കൂളിൽ പഠിപ്പിക്കണം. ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ വളരെ പ്ലസൻ്റായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അവർക്ക് പാട്ട്, നൃത്തം എന്നിവയിലും വളരെ ഇൻട്രസ്റ്റ് ഉള്ള കുഞ്ഞുങ്ങളാണ്. അവരെ ഇങ്ങനെ പഠിപ്പിച്ച് അവരെ തീർച്ചയായും സമൂഹത്തിന് ഉതകുന്ന വിധത്തിൽ അവരെ ഇമ്പ്രൂവ് ചെയ്ത് അവരെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. താങ്ക് യു.